പഹൽഗാം ആക്രമണത്തിനും ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കും ശേഷം ജമ്മുവിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങി. കടകൾ തുറക്കുകയും ബസ്സുകൾ ഓടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആളുകൾ പുറത്തിറങ്ങുന്നത് കുറവാണ്. ജനത്തിരക്കില്ലാത്തത് കച്ചവടങ്ങളെ ബാധിച്ചു. ജമ്മുവിലെ ബസ് സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ്, മാർക്കറ്റുകൾ തുടങ്ങിയ ഇടങ്ങൾ തുറന്നു. എന്നാൽ ആളുകൾ കുറവാണ്. രാവിലെ 6 മണിക്ക് ശ്രീനഗറിലേക്ക് പുറപ്പെടേണ്ട ബസ് യാത്രക്കാരില്ലാത്തതുകൊണ്ട് 9 മണിക്കാണ് സ്റ്റാൻഡ് വിട്ടത്. ടാക്സി സ്റ്റാൻഡുകളിലും യാത്രക്കാർ എത്തുന്നില്ല. ആളുകൾ പേടി മൂലം പുറത്തിറങ്ങുന്നില്ലെന്ന് ഡ്രൈവർമാർ. टूरिस्ट की वजह से काम कम हो गया, जो कश्मीर में मसला हो गया ना, उसी वजह से काम कम हो गया. हाँ, श्रीनगर जाते थे सर, ये तो हमारे लिए भी प्रॉब्लम हो गई सर. कोई पता नहीं है, जब हालात ठीक हो जाएंगे फिर मत आ जाएंगे टूरिस्ट. ഏറ്റവും കൂടുതൽ ഷെല്ലിങ്ങും വെടിവയ്പുമുണ്ടായ പൂഞ്ചിലും രജൌരിയിലും കടകൾ പകുതിയും അടഞ്ഞുകിടക്കുന്നു. ശക്തമായ ഷെല്ലിങ്ങിന് പിന്നാലെ വീട് വിട്ടുപോയവർ മടങ്ങിയെത്തി തുടങ്ങി. അതേസമയം ജമ്മു, സാംബ, അഗ്നൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ രാത്രിയും പാക് ഡ്രോൺ കണ്ടത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. വെടിനിർത്തൽ തുടരുകയാണെങ്കിലും സേന കനത്ത ജാഗ്രതയാണ് അതിർത്തിയിൽ പുലർത്തുന്നത്. റിപ്പോർട്ടർ, ജമ്മു.